കല്യാണ തട്ടിപ്പിലൂടെ വിവിധ ജില്ലകളിലായി 10-ലധികം പേരെ കല്യാണം കഴിച്ച് കബളിപ്പിച്ച ഒരു യുവതി തിരുവനന്തപുരത്ത് അറസ്റ്റിലായി. ഓൺലൈനിൽ കല്യാണ പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹം നടക്കുന്ന തൊട്ടു മുമ്പ് അറസ്റ്റിലായി. കാരണം ഇവരുടെ ഈ നിരന്തരമായി കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇവർ മേക്കപ്പിന് കയറിയപ്പോൾ നമ്മുടെ ഈ പ്രതിശോധ വരൻ ഒന്ന് ബാഗ് തുറന്നു നോക്കി. അപ്പോഴാണ് നേരത്തെയുള്ള കല്യാണക്കത്തിൻ്റെ കോപ്പികളെല്ലാം കണ്ടത്. അപ്പോഴാണ് താൻ 10ാമത്തെ ഊഴക്കാരനാണെന്ന് പഞ്ചായത്ത് മെമ്പറിന് മനസ്സിലായത്. ഈ കഥ ഇപ്രകാരമാണ്. ഈ അരിനാട് സ്വദേശിയായ യുവാവ് ഒരു പഞ്ചായത്ത് അംഗം കൂടിയാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം നൽകിയിരുന്നു, വിവാഹ ആലോചനകൾ ക്ഷണിച്ചുകൊണ്ട്. അതിലേക്ക് ഈ നമ്പർ തപ്പിയെടുത്ത് ആദ്യം രേഷ്മയുടെ അമ്മയാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കോൾ വരുന്നു. അതിനുശേഷം മകൾക്ക് കൈമാറാമെന്ന്, അതായത് രേഷ്മയ്ക്ക് കൈമാറാമെന്ന് പറഞ്ഞ് ഫോൺ കൈമാറുന്നു. പക്ഷേ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ ഈ രണ്ടും, അതായത് അമ്മയായി സംസാരിച്ചതും രേഷ്മ തന്നെയാണ്. അതിനുശേഷം രേഷ്മ വീണ്ടും സംസാരിക്കുന്നു. അതായത് ശബ്ദം അമ്മ എന്ന രീതിയിൽ ആദ്യം കോൾ ചെയ്യുന്നു, അത് രേഷ്മ ശബ്ദം മാറ്റി സംസാരിക്കുന്നു. അതിനുശേഷം മകൾക്ക് രേഷ്മയ്ക്ക് നൽകുന്നു. രേഷ്മ കൂടുതൽ സംസാരിക്കുന്നു. അതിനുശേഷം ഇവർ കോട്ടയത്ത് ഒരു മാളിൽ വെച്ച് പരസ്പരം കാണുന്നു. ഒടുവിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വിവാഹം നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് പല വിഷയങ്ങളിലും കൃത്യമായ മറുപടി രേഷ്മ പറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മേക്കപ്പ് റൂമിലേക്ക് കയറുന്ന സമയത്ത് ബാഗ് പരിശോധിക്കാൻ തീരുമാനിക്കുന്നത്. ഈ യുവാവിൻ്റെ ഒരു ബന്ധുവും യുവാവും ചേർന്ന് ബാഗ് പരിശോധിച്ചപ്പോൾ അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് വിവാഹം കഴിഞ്ഞ കാര്യങ്ങളും ഈ കുട്ടികൾ, അതായത് 2 കുട്ടികളുടെ അമ്മ കൂടിയാണ് ഈ രേഷ്മ, അക്കാര്യങ്ങളുമെല്ലാം മനസ്സിലാകുന്നത്. തുടർന്നാണ് പോലീസിനെ വിളിക്കുകയും പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് അടുത്ത മാസം തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ കല്യാണ നിശ്ചയവും കഴിഞ്ഞിരുന്നു. എന്തായാലും ഈ വിവാഹം കഴിഞ്ഞ് വളരെ വേഗത്തിൽ പോയി അടുത്തൊരു വിവാഹം കൂടി കഴിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു തട്ടിപ്പ് ഇപ്പോൾ ആര്യനാട് പോലീസ് തടഞ്ഞിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ പോലീസിൽ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. SK